രാജ്യസുരക്ഷയെ ബാധിക്കുന്ന അങ്ങേയറ്റം ഗൗരവതരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്നും പുറത്തു വരുന്നത്. അതീവ സുരക്ഷാ മേഖലയായ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ അറ്റകുറ്റപ്പണിക്കെത്തിച്ച കപ്പലിൽ ഐ ലവ് പാകിസ്ഥാൻ എന്ന് എഴുതി വച്ചിരിക്കുന്നു. സംഭവം കണ്ട് കേരള പോലീസ് വെറും കാഴ്ചക്കാരായി ഞെട്ടിത്തരിച്ചു നിൽക്കുമ്പോൾ ഈ രാജ്യദ്രോഹ പ്രവർത്തനത്തിന്റെ വേരന്വേഷിച്ച് കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികൾ അന്വേഷണം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതേതോ ഒരുത്തന്റെ പോക്രിത്തരമായി കണ്ട് വെറുതെ അങ്ങ് വിട്ടാൽ പോരെ എന്ന് പറയാൻ കഴിയില്ല. കാരണം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിൽ തീവ്രവാദികൾക്ക് കുടപിടിക്കാൻ സംസ്ഥാനത്തിലെ ഇടതു വലത് സർക്കാരുകൾ മത്സരിക്കുമ്പോൾ രാജ്യത്തിന്റെ പ്രതിരോധ മേഖല എത്രത്തോളം അപകടത്തിലാകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഇത്തരം ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചകൾ നടക്കുന്നത് ഇതാദ്യമായിട്ടല്ല. 2019 പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് INS വിക്രാന്ത് നിർമ്മാണത്തിലിരിക്കെ അതിൽ ഹാർഡ് ഡിസ്കുകൾ പെയിന്റിംഗ് തൊഴിലാളികൾ മോഷ്ടിച്ചു. 2021 രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് അഫ്ഗാൻ പൗരനായ ഒരു അബ്ബാസ് ഖാൻ വ്യാജ തിരിച്ചറിയൽ രേഖയുമായി 1.5 വർഷത്തോളം അവിടെ സുരക്ഷാ പരിശോധനകളില്ലാതെ ജോലി ചെയ്തു. 2023 ഏഞ്ചൽ പായൽ എന്ന വ്യാജ അക്കൗണ്ടിലൂടെ പാകിസ്ഥാൻ ചാരവരുതിക്ക് ഒരു കരാർ ജീവനക്കാരൻ കപ്പലിന്റെ രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകി. ഏറ്റവും ഒടുവിൽ 2025 ഷിപ്പ്യാർഡിന്റെ മാൽപേ യൂണിറ്റിൽ നിന്നും നേവിയുടെ വിവരങ്ങൾ ചോർത്തിയതിനും UP സ്വദേശികൾ അറസ്റ്റിലായി. കോൺട്രാക്ട് തൊഴിലാളികളുടെ പശ്ചാത്തലം പരിശോധിക്കുന്നതിൽ കേരള പോലീസും സംസ്ഥാന സർക്കാരും തുടർച്ചയായി പരാജയപ്പെടുമ്പോഴാണ് ഇപ്പോൾ കപ്പലിൽ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. നിരോധിത സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ലീപ്പർ സെല്ലുകൾ കേരള പോലീസിൽ പോലും നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇത്തരം സംഭവങ്ങളും നടക്കുന്നത്. അതാണ് അതിന്റെ പ്രസക്തി. കേരള പോലീസിലെ ആ പച്ച വെളിച്ചം എന്ന ഗ്രൂപ്പിനെ പറ്റിയൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്തരം രാജ്യദ്രോഹ ശക്തികൾക്ക് ഇത്രത്തോളം ധൈര്യം ലഭിക്കുന്നത്? VD സതീശന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസം അധികാരത്തിൽ വന്ന പുതിയ UDF സർക്കാരിനെ നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗാണെന്ന ആരോപണം ശക്തമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകളെ മതേതര പാർട്ടിയായി വെള്ളപൂശിയ മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്ത് രാജ്യവിരുദ്ധ ശക്തികൾക്ക് വളരാൻ ഇതിലും നല്ലൊരു അന്തരീക്ഷം വേറെ എവിടെ ലഭിക്കും? ഇതിനു മുൻപുണ്ടായിരുന്ന പിണറായി സർക്കാരും ഒട്ടും മോശമല്ലായിരുന്നല്ലോ. അവരുടെ ഭരണകാലത്തായിരുന്നല്ലോ ആലുവ, മണപ്പുറത്ത്, പൊന്തക്കാട്ടിനുള്ളിൽ PFI ആയുധ പരിശീലനം നടത്തിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടിട്ടുള്ള ഈ പ്രീണന രാഷ്ട്രീയം കാരണം സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പും പോലീസും പൂർണ്ണമായും നിഷ്ക്രിയമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കേരള പോലീസിനെ പൂർണ്ണമായും ഒഴിവാക്കി ദേശീയ അന്വേഷണ ഏജൻസികളായിട്ടുള്ള NIA-യും ഇന്റലിജൻസ് ബ്യൂറോയും മിലിറ്ററി ഇന്റലിജൻസും നേരിട്ട് ഷിപ്പ്യാർഡിന്റെ സുരക്ഷാ ചുമതലകളും അന്വേഷണവും ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ത്യയുടെ നാവികസേനയുടെ നട്ടലായ കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ഇത്തരം സുരക്ഷാ വീഴ്ചകൾ ആഗോള തലത്തിൽ തന്നെ രാജ്യത്തിന്റെ പ്രതിരോധ വിശ്വാസ്യതയാണ് ഇല്ലാതാക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ പ്രീണന നയങ്ങൾക്ക് രാജ്യത്തിന്റെ സുരക്ഷയെ തീരെഴുതി കൊടുക്കാൻ കഴിയില്ലെന്ന് കേന്ദ്ര സർക്കാർ ഇതിലൂടെ വ്യക്തമാക്കുകയാണ്. രാജ്യദ്രോഹികൾക്കും അവർക്ക് രാഷ്ട്രീയ സംരക്ഷണം നൽകുന്നവർക്കും ശക്തമായ ഒരു തിരിച്ചടി ഉടൻ തന്നെ കേന്ദ്ര ഏജൻസികളിൽ നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. മിസ്റ്റർ